നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ്റെ യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ ആ വാഹന വ്യൂഹത്തിലുണ്ടാകുന്ന വാഹനങ്ങളുടെ എണ്ണം, അതോടൊപ്പം തന്നെ വിമാനമാർഗമുള്ള യാത്രയിലായാലും ഏർപ്പെടുത്തുന്ന ക്രമീകരണങ്ങൾ, ഇതെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരു ദിവസം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ വിമാനത്തിനകത്തെ ചില ആളുകൾ, യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലെടുത്ത കേസ്, ആ കേസ് പിന്നീട് വധശ്രമത്തിലേക്ക് കലാശിക്കുന്നത് എല്ലാം നമ്മൾ കണ്ടതാണ്. അതായത് മുഖ്യമന്ത്രി ഒരു ചക്രവർത്തിയെ പോലെയാണ് കഴിഞ്ഞ 10 വർഷവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും വിദേശത്തേക്കുമെല്ലാം യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ക്രമീകരണങ്ങളെല്ലാം വളരെയധികം ബൃഹത്തായ രീതിയിൽ അറേഞ്ച് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ വന്ന വ്യത്യാസം ഇതിനോടകം തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിനകത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റീൽ ബെഞ്ചിൽ പിണറായി വിജയൻ ഇരിക്കുന്നതും അതിനടുത്ത് 1-2 ആളുകളും ഒരു പോലീസുകാരനും മാത്രം നിൽക്കുന്നതുമായിട്ടുള്ള ഫോട്ടോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതായത് എങ്ങനെ, എത്ര ആഡംബരത്തോടു കൂടിയാണ് ഈ മനുഷ്യൻ യാത്ര ചെയ്തിരുന്നത്. അധികാരമില്ലാതെയായപ്പോൾ ഇതാ ഈ ബെഞ്ചിൽ ഇവിടെ ഇരിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും അതുപോലെയുള്ള പ്രചരണങ്ങളുമെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിരുന്നു. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വളരെ വേഗത്തിൽ വൈറലാവുകയും ചെയ്തിരുന്നതാണ്. അതിന് മറ്റൊരു ഉദാഹരണം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്നു. ദില്ലിയിൽ നിന്നും പിണറായി വിജയനെ കയറ്റാതെ വിമാനം കോഴിക്കോട്ടേക്ക് പറന്നു. അതായത് പാർട്ടിയുടെ PB യോഗത്തിൽ പങ്കെടുക്കാനാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദില്ലിയിലെത്തിയത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിമാനം ദില്ലിയിൽ നിന്നും കോഴിക്കോട്ടേക്കായിരുന്നു. ആ വിമാനം 2:50 അവിടെ നിന്ന് പുറപ്പെടേണ്ട സമയം. അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം യോഗവേദിയിൽ നിന്നിറങ്ങി. യോഗം അവസാനിക്കുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് തന്നെ യോഗത്തിൽ നിന്നിറങ്ങി അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലമായ കേരള ഹൗസിലേക്ക് വന്നു. പിന്നീട് കേരള ഹൗസിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അദ്ദേഹം കൃത്യസമയത്ത് തന്നെ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുകയും കൃത്യസമയത്ത് തന്നെ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു. അതായത് ഏതാണ്ട് 2:05 അദ്ദേഹം ഇന്ന് വിമാനത്താവളത്തിലെത്തി, ദില്ലി വിമാനത്താവളത്തിലെത്തി എന്നാണ് സൂചന. അതായത് 2:05 എത്തിയിട്ടും 2:50 പുറപ്പെട്ട വിമാനത്തിൽ കയറാൻ പിണറായി വിജയന് സാധിച്ചില്ല. ആശയവിനിമയത്തിലെ പിഴവായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് പിണറായി വിജയൻ നേരത്തെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരള ഹൗസിലെത്തുകയും അവിടെ നിന്ന് പ്രോട്ടോകോൾ ഓഫീസർ വിമാനത്താവളം വരെ പിണറായി വിജയനെ അനുഗമിക്കുകയും അദ്ദേഹം പിണറായി വിജയൻ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം വിമാന കമ്പനി അധികൃതരെ അറിയിക്കുകയുമാണ് ചെയ്തിരുന്നത്. അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വിമാനത്താവളത്തിൽ എത്തുമ്പോൾ തീർച്ചയായും വിമാന കമ്പനിയും ഇതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങൾ നടത്തും. അതുകൊണ്ട് തന്നെ എവിടെയാണോ കാത്തിരിക്കേണ്ടത് അവിടെ പിണറായി വിജയൻ കാത്തിരിക്കും. അതിനുശേഷം എല്ലാവരും വിമാനത്തിലേക്ക് കയറിയതിന് ശേഷം ഫൈനൽ കോളിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ വിമാന ജീവനക്കാർ പിണറായി വിജയൻ്റെ അരികിലെത്തി ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് പതിവ്. അങ്ങനെയാണ് പിണറായി വിജയൻ വിമാനയാത്രകൾ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ദില്ലി യാത്ര ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കൃത്യസമയത്തിനെത്തുകയും പതിവ് പോലെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉള്ളതുപോലെ അവിടെ വിശ്രമിക്കുകയും പ്രോട്ടോകോൾ ഓഫീസർ വിമാന കമ്പനിയെ ഈ പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ആരും തന്നെ സ്വീകരിക്കാൻ, മുഖ്യമന്ത്രി അല്ലാത്തതിനാൽ ആരും തന്നെ സ്വീകരിക്കാൻ അവിടെ എത്തിയില്ല. ഫൈനൽ കോളിന് ശേഷം വിമാനം പുറപ്പെടുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ആ വിമാനത്തിൽ കയറാനും സാധിച്ചില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല അടുത്ത ഫ്ലൈറ്റ് അല്ലെങ്കിൽ അടുത്ത വിമാനം ഇനിയുള്ളത് രാത്രി 7:15 ദില്ലിയിൽ നിന്നും അത് കണ്ണൂരിലേക്കാണ് ആ വിമാനം. എന്തായാലും പോയത് പോയി. ഇനി അടുത്ത വിമാനത്തിൽ ദില്ലിയിൽ നിന്നും കണ്ണൂരിലേക്ക് പറക്കാനായി പിണറായി വിജയൻ ദില്ലിയിൽ കാത്തിരിക്കുകയാണ് എന്നാണ് സൂചന. അതായത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ക്രമീകരണങ്ങൾ, ആ ക്രമീകരണങ്ങളല്ല ഇപ്പോഴുള്ളത്. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ വിമാന കമ്പനി ജീവനക്കാർ ഇവിടെ വന്ന് തങ്ങൾ കാത്തിരിക്കുന്ന സ്ഥലത്ത് വന്ന് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നുവെങ്കിൽ ഇത്തവണ ആരും എത്തിയില്ല. അത് പ്രതീക്ഷിച്ച് പിണറായി വിജയൻ അവിടെ ഇരിക്കുകയും പ്രതിപക്ഷ നേതാവാണ് എങ്കിൽ പോലും പ്രോട്ടോക്കോളുണ്ട്.
പ്രോട്ടോകോൾ ഓഫീസർ അവിടെ എത്തുകയും വിമാന കമ്പനിയെ അറിയിക്കുകയും ചെയ്തു എന്നാണ് ലഭിക്കുന്ന സൂചന. പക്ഷേ വിമാന കമ്പനിക്കാർ മൈൻഡ് ചെയ്തില്ല. പിണറായി വിജയനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരും എത്തിയില്ല. ഫൈനൽ കോൾ മുഴങ്ങി ഈ വിമാനം പറന്നുയരുകയുമാണ് ചെയ്തത്. വിഷയത്തിൽ തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടാകുമോ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയൻ അക്കാര്യം പതിയെ പതിയെ തിരിച്ചറിയാൻ പോവുകയാണ്. അധികാരങ്ങളില്ല, മറ്റ് കവചകുണ്ടലങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സാധാരണ പൗരനെ പോലെ യാത്ര ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. പക്ഷേ ആ സാഹചര്യം പലപ്പോഴും പിണറായി വിജയൻ മറക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് കാണേണ്ടത്. PB യോഗത്തിൽ നിന്നും 1 മണിക്കൂർ നേരത്തെ ഇറങ്ങി കൃത്യസമയത്ത് വിമാനത്താവളത്തിലെത്തിയിട്ടും വിമാന കമ്പനി പിണറായി വിജയനെ കയറ്റാതെ വിമാനം പറത്തി കേരളത്തിലേക്ക് എന്നതാണ് ഏറ്റവും രസകരമായ വാർത്ത. മാത്രമല്ല, താൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈക്ക് കേടായതിന് സൗണ്ട്സ് അല്ലെങ്കിൽ മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ അടക്കം കേസെടുത്ത ഒരു പാരമ്പര്യം നമുക്കുണ്ട്. അത്രമാത്രം ശക്തനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നപ്പോൾ പിണറായി വിജയൻ. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകുമ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ശഠിക്കാൻ കഴിയില്ല എന്നൊരു പാഠമാണ് ഇന്ന് ദില്ലിയിൽ നിന്നും പിണറായി വിജയൻ പഠിച്ചിരിക്കുക. മുഖ്യമന്ത്രി അല്ലാതായതിനു ശേഷം, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ദില്ലിയിലേക്ക് പിണറായി വിജയൻ യാത്ര ചെയ്യുന്നത്. പക്ഷേ വിമാനത്താവളത്തിനകത്ത് കയറുകയും ബോർഡിംഗ് പാസ് എടുക്കുകയും ചെയ്ത ഒരു യാത്രക്കാരനെ വഴിയിലുപേക്ഷിച്ച് വിമാനം എങ്ങനെ പറന്നുപോയി എന്ന കാര്യം അത് തീർച്ചയായും വിമാന കമ്പനിക്കാർ അന്വേഷണത്തിന് വിധേയമാക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനയും.